പ്രിയപ്പെട്ടവരെ, ഹെർമോണിലെ മഞ്ഞുകണങ്ങൾ പോലെ നമ്മളുടെ മേൽ ദൈവമൊഴുക്കുന്ന വിശുദ്ധമായ അനുഭവമാണ് ഈ പുലർകാല വിചിന്തനം. ഇന്നത്തെ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് കർത്താവിൻ്റെ കരങ്ങളുടെ കീഴെ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് അവിടെ നിന്നെ ഉയർത്തും. കർത്താവിൻ്റെ കരങ്ങളുടെ കീഴെ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തും. സത്യത്തിൽ ഈ ദൈവവചനത്തിന് നമ്മുടെ ആത്മീക ജീവിതവുമായി അത്രമാത്രം അഭേദ്യമായൊരു ബന്ധമുണ്ട്. കാരണം ദൈവം നിന്റെ ജീവിതത്തിന് ഉയർച്ച നൽകുവാനും അനുഗ്രഹം നൽകുവാനും ദൈവകരുണയിൽ നീ വ്യാപരിക്കുവാനും വേണ്ടി കർത്താവ് നിനക്ക് വേണ്ടി ഒരു സമയം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ സമയത്താണ് നിന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി കൂടുതലായി ഒഴുകി വരുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ദൈവം ഈ സമയം നിനക്ക് നൽകുന്നത് വരെ നീ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്റെ കടമകൾ നിറവേറ്റി കാത്തിരിക്കാൻ തയ്യാറാകണം. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വീഞ്ഞ് തീർന്നു പോയപ്പോൾ മാതാവ് ക്രിസ്തുവിനോട് പറയുന്നുണ്ട്, ഇവർക്ക് വീഞ്ഞ് തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ലല്ലോ. അപ്പോൾ പരിശുദ്ധ കന്യകാമാതാവ് ആ വീട്ടുകാരോട് പറയും, സമയം നിനക്ക് ദൈവം നിശ്ചയിച്ച് നൽകുവാൻ അവൻ പറയുന്നത് പോലെ ചെയ്യുക. അപ്പോൾ നിന്റെ ജീവിതത്തിൽ നീ കാത്തിരുന്ന് മടുത്തവനാണെങ്കിൽ, നിന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിന്റെ മനസ്സിൽ വെച്ചുകൊള്ളുക, ക്രിസ്തു എന്താണോ നിന്നോട് പറഞ്ഞിട്ടുള്ളത് ആ ക്രിസ്തുവിൻ്റെ വചനം നിന്റെ ജീവിതത്തിൽ നിറവേറ്റാൻ വേണ്ടി നീ ഒന്ന് പരിശ്രമിച്ചു നോക്കുകയും ദൈവം നിനക്ക് നൽകുവാൻ പോകുന്ന അനുഗ്രഹം ഏറ്റവും അടുത്ത സമയത്ത് സംഭവിക്കുവാൻ, അല്ലെ സമയത്തിൻ്റെ വിരസത നിന്റെ ആത്മീയതയെ ബാധിക്കാതിരിക്കുവാൻ വേണ്ടി ദൈവം നിനക്ക് നൽകുന്ന, ദൈവം എന്ത് നിന്നോട് പറയുന്നോ അത് നിർവഹിക്കാനായിട്ടുള്ളൊരു ശ്രമം നിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ മതി. കർത്താവിൻ്റെ വചനം പാലിക്കുക, വചനമനുസരിച്ച് ജീവിക്കുക, ദൈവം നിന്റെ ജീവിതത്തിൽ വയ്ക്കുന്ന നിബന്ധനകൾക്കനുസരിച്ച് നീ ജീവിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അത്ഭുതം സംഭവിക്കും. കർത്താവിൻ്റെ കരങ്ങളുടെ കീഴെ താഴ്മയോടെ നിന്നുകൊടുക്കുക. ദൈവം എന്തെല്ലാം നിന്നോട് പറയുന്നോ അത് ജീവിതത്തിൽ പാലിക്കാനും പരിശ്രമിക്കാനായിട്ടൊരു ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുക. നിശ്ചയമായും ദൈവം നിനക്കൊരുക്കി വെച്ചിരിക്കുന്ന കൃപയുടെ സമയം കർത്താവ് നിന്റെ കരങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നൽകും. നിന്റെ കൺമുമ്പിൽ കർത്താവ് അത്ഭുതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ലോകത്തെ ദൈവം ഉണർത്തി കാണിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിശ്ചയമായും ദൈവത്തിൻ്റെ കൃപാവരത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ പ്രഭാതവും ആരംഭിക്കുക. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ കരങ്ങളുടെ കീഴെ അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കാനും കാത്തിരിക്കുവാനുള്ള കൃപ നൽകണമേ. ആമേൻ.